ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ബി എന്ന വെർബിന്റെ രൂപങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പോൾ പ്രസന്റ് ഫോമിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആം, ഈസ്, ആർ, 3 വാക്കുകൾ പ്രസന്റ് ഫോമിലുണ്ട്. ആം എന്നുള്ളത് ഐക്ക് വേണ്ടി, ഞാൻ, അതിനുവേണ്ടി മാത്രമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഈസ് ഉപയോഗിക്കുന്നത് സിംഗുലറിന് വേണ്ടിയാണ്, അതും കണ്ടു. ഇനി നമ്മൾ കാണുന്നത് ആറിന്റെ ഉപയോഗമാണ്. ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം ഉണ്ടെന്നുള്ളതാണ്. സാന്നിധ്യം, ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവിടെ നമ്മൾ പ്ലൂറൽ ഉപയോഗിക്കണം. കാരണം ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ളത് പ്ലൂറലാണ്. അപ്പൊ ആറ് ഉപയോഗിക്കണം. ആറ് പ്ലൂറലാണ്. അതിന്റെ അർത്ഥം ഉണ്ടെന്ന് തന്നെയാണ്. ഈസിന്റെ അർത്ഥവും ഉണ്ടെന്ന് തന്നെയാണ്. ആമിന്റെ അർത്ഥവും ഉണ്ടെന്ന് തന്നെയാണ്. നമ്മൾ ആ വാചകം കാണുകയാണ്. വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയുണ്ട്. വിക്ക് 2 വാക്കുകൾ മലയാളത്തിലുണ്ട്, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. അപ്പൊ ഇത് നോക്കാം. വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെയുണ്ട്. വി ആർ ദർ, ഞങ്ങൾ അവിടെയുണ്ട്. വി ആർ ഇൻ ദ ക്ലാസ് റൂം, ഞങ്ങൾ ക്ലാസ് റൂമിലുണ്ട്. വി ആർ ഇൻ ദ ഹൗസ്, ഞങ്ങൾ വീട്ടിലുണ്ട്. യു എന്നുള്ളത് ഇംഗ്ലീഷിൽ എപ്പോഴും പ്ലൂറലായിട്ട് ഉപയോഗിക്കുള്ളൂ. നീ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളെങ്കിലും യു എപ്പോഴും പ്ലൂറലായിരിക്കും. യു ആർ ഹിയർ, നീ ഇവിടെയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെയുണ്ട്. യു ആർ ദർ, നിങ്ങൾ അവിടെയുണ്ട്. യു ആർ ഇൻ ദ ക്ലാസ് റൂം, നിങ്ങൾ ക്ലാസ് റൂമിലുണ്ട്. യു ആർ ഇൻ ദ ഹൗസ്, നിങ്ങൾ വീട്ടിലുണ്ട്. എന്ന് വെച്ചാൽ അവർ അല്ലെങ്കിൽ ഇവർ. ദേ ആർ ഹിയർ, അവർ ഇവിടെയുണ്ട്. ദേ ആർ ദർ, അവർ അവിടെയുണ്ട്. ദേ ആർ ഇൻ ദ ക്ലാസ് റൂം, അവർ ക്ലാസ് റൂമിലുണ്ട്. ദേ ആർ ഇൻ ദ ഹൗസ്, അവർ വീട്ടിലുണ്ട്. ഇനി നമുക്ക് മൈ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് ആണ്, പ്ലൂറലാണ്. അതുകൊണ്ടാണ് ആറ് വയ്ക്കുന്നത്. ടീച്ചറിന് മാത്രം ഇരുന്നെങ്കിൽ നമ്മൾ ഈസ് വയ്ക്കേണ്ടി വന്നതിന്. പക്ഷെ ഇവിടെ പ്ലൂറൽ ആയതുകൊണ്ട് മൈ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് പ്ലൂറൽ, അതാണ് സബ്ജക്ട്. എന്റെ അധ്യാപകർ, മൈ ടീച്ചേഴ്സ് ആർ ഹിയർ, എന്റെ അധ്യാപകർ ഇവിടെയുണ്ട്. മൈ ടീച്ചേഴ്സ് ആർ ദർ, എന്റെ അധ്യാപകർ അവിടെയുണ്ട്. മൈ ടീച്ചേഴ്സ് ആർ ഇൻ ദ ക്ലാസ് റൂം, എന്റെ അധ്യാപകരെ ക്ലാസ് റൂമിലുണ്ട്. മൈ ടീച്ചേഴ്സ് ആർ ഇൻ ദ ഹൗസ്, എന്റെ അധ്യാപകരെ വീട്ടിലുണ്ട്. ഇനി യുവർ ബ്രദേഴ്സ്, ഇതും പ്ലൂറല. യുവർ ബ്രദേഴ്സ്, ബ്രദർ അല്ല, ബ്രദേഴ്സ് പ്ലൂറലാണ്. നിന്റെ സഹോദരന്മാർ, നിന്റെ സഹോദരന്മാർ, അപ്പൊ പ്ലൂറല. യുവർ ബ്രദേഴ്സ് ആർ ഹിയർ, നിന്റെ ബ്രദേഴ്സ് ഇവിടെയുണ്ട്. യുവർ ബ്രദേഴ്സ് ആർ ദർ, നിന്റെ ബ്രദേഴ്സ് അവിടെയുണ്ട്. യുവർ ബ്രദേഴ്സ് ആർ ഇൻ ദ ഹൗസ്, നിന്റെ ബ്രദേഴ്സ് വീട്ടിലുണ്ട്. നമുക്ക് ഇത് വെച്ചും പ്രാക്ടീസ് ചെയ്യാം. ഇതുപോലെ തന്നെ എല്ലാവരെ പോലെ തന്നെയാണ്. അവരുടെ മനസ്സിലാക്കിയാൽ പിന്നെ ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. വി ആർ വിത്ത് മീ, ഞങ്ങൾ എന്റെ കൂടെയുണ്ട്. നമ്മൾ അങ്ങനെ പറയാറില്ല, അത് സുഖമുള്ളൊരു വാചകമല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, വാചകം ഉണ്ടാക്കുമ്പോൾ അർത്ഥമുണ്ടോ എന്ന് നോക്കണം. അതൊരു അർത്ഥമില്ലാത്തൊരു വാചകമാണ്, അപ്പൊ അത് നമ്മൾ വിട്ടുകളയുകയാണ്. വി ആർ വിത്ത് അസ്, ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്, അതും അർത്ഥമില്ലാത്ത ഒരു വാചകമാണ്. വി ആർ വിത്ത് യു, ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്, നിന്റെ ഒപ്പമുണ്ട്, നീ പേടിക്കണ്ട. വി ആർ വിത്ത് യു, ഞങ്ങൾ നിന്റെ ഒപ്പമുണ്ട്. വി ആർ വിത്ത് ഹിം, ഞങ്ങൾ അവന്റെ കൂടെയുണ്ട്. വി ആർ വിത്ത് ഹെർ, ഞങ്ങൾ അവളുടെ കൂടെയുണ്ട്. വി ആർ വിത്ത് ദം, ഞങ്ങൾ അവരുടെ കൂടെയുണ്ട്. വി ആർ വിത്ത് ദ ചിൽഡ്രൻ, ഞങ്ങൾ കുട്ടികളുടെ കൂടെയുണ്ട്. യു ആർ വിത്ത് മീ, നീ എന്റെ കൂടെയുണ്ട്. യു ആർ വിത്ത് അസ്, നീ ഞങ്ങളുടെ കൂടെയുണ്ട്. യു ആർ വിത്ത് യു, അതും സുഖമുള്ള വാചകമല്ല, അത് നമ്മൾ വിട്ടേക്കുന്നത്. യു ആർ വിത്ത് ഹിം, നീ അവന്റെ കൂടെയുണ്ട്. യു ആർ വിത്ത് ഹെർ, നീ അവളുടെ കൂടെയുണ്ട്. യു ആർ വിത്ത് ദം, നീ അവരുടെ കൂടെയുണ്ട്. യു ആർ വിത്ത് ദ ചിൽഡ്രൻ, നീ കുട്ടികളുടെ കൂടെയുണ്ട്. ഇനി ദേ വെച്ച് അല്ലെ, ഇതുപോലെ തന്നെ. ദേ ആർ വിത്ത് മീ, അവർ എന്റെ ഒപ്പമുണ്ട് അല്ലെങ്കിൽ എന്റെ കൂടെയുണ്ട്. ദേ ആർ വിത്ത് അസ്, അവർ നമ്മുടെ കൂടെയുണ്ട്. ദേ ആർ വിത്ത് യു, അവർ നിന്റെ കൂടെയുണ്ട്. ദേ ആർ വിത്ത് ഹിം, അവർ അവന്റെ കൂടെയുണ്ട്. ദേ ആർ വിത്ത് ഹെർ, അവർ അവളുടെ കൂടെയുണ്ട്. ദേ ആർ വിത്ത് ദം, അവർ അവരുടെ കൂടെയുണ്ട്. അപ്പൊ 2 ഗ്രൂപ്പായിരിക്കും. ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ കൂടെയുണ്ട്. അർത്ഥത്തിൽ കുഴപ്പമില്ല. ദേ ആർ വിത്ത് ദം, ദേ ആർ വിത്ത് ദം. ദേ ആർ വിത്ത് ദ ചിൽഡ്രൻ, അവർ കുട്ടികളുടെ കൂടെയുണ്ട്. അതിൽ ഇതും പറയാം. മൈ ടീച്ചേഴ്സ് ആർ വിത്ത് മീ, മൈ ടീച്ചേഴ്സ് ആർ വിത്ത് മീ, എന്റെ അധ്യാപകർ എന്റെ കൂടെയുണ്ട്. മൈ ടീച്ചേഴ്സ് ആർ വിത്ത് അസ്, എന്റെ അധ്യാപകർ ഞങ്ങളുടെ കൂടെയുണ്ട്. അത് സുഖമുള്ള വാചകമല്ല അല്ലെ, അപ്പൊ അത് കട്ട് ചെയ്തേക്കുക. മൈ ടീച്ചേഴ്സ് ആർ വിത്ത് യു, എന്റെ അധ്യാപകർ നിന്റെ കൂടെയുണ്ട്. മൈ ടീച്ചേഴ്സ് ആർ വിത്ത് ഹിം, എന്റെ അധ്യാപകർ അവന്റെ കൂടെയുണ്ട്. മൈ ടീച്ചേഴ്സ് ആർ വിത്ത് ഹെർ, എന്റെ അധ്യാപകർ അവളുടെ കൂടെയുണ്ട്. മൈ ടീച്ചേഴ്സ് ആർ വിത്ത് ദം,
എന്റെ അധ്യാപകർ അവരുടെ കൂടെയുണ്ട്. മൈ ടീച്ചേഴ്സ് ആർ വിത്ത് ദ ചിൽഡ്രൻ. മൈ ടീച്ചേഴ്സ് ആർ വിത്ത് ദ ചിൽഡ്രൻ. എന്റെ അധ്യാപകര് കുട്ടികളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ യുവർ ബ്രദേഴ്സ്, പ്ലൂറലാണ് ബ്രദേഴ്സ്. യുവർ ബ്രദേഴ്സ് ആർ വിത്ത് മീ. നിന്റെ ബ്രദേഴ്സ് എന്റെ കൂടെയുണ്ട്, നിന്റെ സഹോദരന്മാര് എന്റെ കൂടെയുണ്ട്. യുവർ ബ്രദേഴ്സ് ആർ വിത്ത് അസ്. നിന്റെ ബ്രദേഴ്സ് ഞങ്ങളുടെ കൂടെയുണ്ട്. യുവർ ബ്രദേഴ്സ് ആർ വിത്ത് യു. നിന്റെ ബ്രദേഴ്സ് നിന്റെ കൂടെയുണ്ട്. കുഴപ്പമില്ല അല്ലെ? യുവർ ബ്രദേഴ്സ് ആർ വിത്ത് ഹിം. നിന്റെ ബ്രദേഴ്സ് അവന്റെ കൂടെയുണ്ട്. യുവർ ബ്രദേഴ്സ് ആർ വിത്ത് ഹെർ. നിന്റെ ബ്രദേഴ്സ് അവളുടെ കൂടെയുണ്ട്. യുവർ ബ്രദേഴ്സ് ആർ വിത്ത് ദം. നിന്റെ ബ്രദേഴ്സ് അവരുടെ കൂടെയുണ്ട്. യുവർ ബ്രദേഴ്സ് ആർ വിത്ത് ദ ചിൽഡ്രൻ. നിന്റെ ബ്രദേഴ്സ് കുട്ടികളുടെ കൂടെയുണ്ട്. പിന്നെ കാണുന്നത് ഇതാണ് പ്ലൂറൽ വെച്ച് ആർ വെച്ച് ഉപയോഗിക്കുന്നത്. അർത്ഥം തന്നെയാണ്. ഈ 3 വാക്കിന്റെ അർത്ഥം ഉണ്ട്, സാന്നിധ്യത്തെ കാണിക്കുന്നതാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ വി ആർ ഹിയർ, ഞങ്ങൾ എവിടെയുണ്ട്? വി ആർ ഹിയർ, വി ആർ ഹിയർ, അങ്ങനെ പറഞ്ഞു പഠിക്കുന്നേ. വി ആർ ഹിയർ. അപ്പൊ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ഒരാൾ മലയാളം, മറ്റേ അതിന്റെ ഇംഗ്ലീഷ്. ഓരോ വാചകവും 10 പ്രാവശ്യം വെച്ച് പറയുക. ചിലപ്പോൾ നമ്മൾ അർത്ഥമില്ലാത്ത വാചകമൊക്കെ കാണും, അപ്പൊ അത് വിട്ടേക്കുക. ഓക്കെ. ഇനി വെബിന്റെ ലിസ്റ്റ് ഉണ്ട്. വെബ്സ് പഠിക്കണം കേട്ടോ. വെബ്സിന്റെ ഈ 4 ഫോംസ് ഉള്ള കളിയാണ് ഇംഗ്ലീഷ്. അപ്പൊ അതുകൊണ്ട് വെബ്സ് പഠിക്കണം. പിന്നെ അതുപോലെ പുതിയ വാക്കുകളൊക്കെ പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ. അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്.
അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 14ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Do, did, done, fall, fell, fallen, forget, forgot, forgotten, give, gave, given, forgive, forgave, forgiven, go, went, gone, hide, hid, hidden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? 7 വെർബുകളും മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രിഫർ, പ്രിഫേർഡ്, പ്രിഫേർഡ്, പുഷ്, പുഷ്ഡ്, പുഷ്ഡ്, റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, റിയലൈസ്, റിയലൈസ്ഡ്, റിയലൈസ്ഡ്, remain, remained, remained, relax, relaxed, relaxed, rescue, rescued, rescued, remove, removed, removed, rinse, rinsed, rinsed, risk, risked, risked, ruin, ruined, ruined, shiver, shivered, shivered, slow, slowed, slowed, smell, smelled, smelled. സ്മെൽറ്റ്, സ്മെൽറ്റ് എന്നും കൂടി അതിന് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റർ, സ്റ്റേർഡ്, സ്റ്റേർഡ്, ട്രെയിൻ, ട്രെയിൻഡ്, ട്രെയിൻഡ്, ട്രസ്റ്റ്, ട്രസ്റ്റഡ്, ട്രസ്റ്റഡ്, ടിസ്റ്റ്, ടിസ്റ്റഡ്, ടിസ്റ്റഡ്, വിപ്പ്, വിപ്ഡ്, വിപ്ഡ്, യാൺ, യാൺഡ്, യാൺഡ്, യെൽ, യെൽഡ്, യെൽഡ്, സപ്പോർട്ട്, സപ്പോർട്ടഡ്, സപ്പോർട്ടഡ്. അപ്പൊ ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില വെർബുകൾ പ്രസന്റ് ഫോമിൽ സിംഗുലർ എഴുതുമ്പോൾ IES എന്നോ അല്ലെങ്കിൽ ES എന്നോ ഒക്കെ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഡു, ഡസ് അല്ലെ, ES ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. ചില വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ.